കൊച്ചി വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതി സതീഷ് ഷാജിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുധാ ബേബിയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനായിരുന്നു കൊലപാതകം. കഴിഞ്ഞ രാത്രിയിലാണ് റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു സ്ത്രീ വീണുകിടക്കുന്നതായി വിവരം മരട് പോലീസിന് ലഭിക്കുന്നത്. മരട് പോലീസ് സ്ഥലത്തെത്തി നോക്കുമ്പോൾ ആ സ്ത്രീ മരിച്ചിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്നൊരു മൊബൈൽ ഫോൺ കണ്ടുകിട്ടി. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മരിച്ചത് കോട്ടയം സ്വദേശി സുധാ ബേബിയാണെന്ന് തിരിച്ചറിയുന്നത്. സുധാ ബേബി ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ രണ്ടാമത്തെ സംശയം. ട്രെയിനിൽ നിന്ന് വീണതാകാം, അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ചിട്ടതാകാം എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യ തെളിവുകൾ അതിലേക്കല്ല പോയത്. തുടർന്നാണ് സമീപത്തെ CCTV പോലീസ് പരിശോധിച്ചത്. CCTVയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, സുധാ ബേബി മറ്റൊരു പുരുഷനോടൊപ്പം കഴിഞ്ഞ രാത്രിയിൽ ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. CCTV തുടർന്ന് പരിശോധിച്ചപ്പോൾ സുധാ ബേബി എത്തിയ വാഹനം തിരികെ പോകുമ്പോൾ അതിൽ സുധാ ബേബി ഉണ്ടായിരുന്നില്ല, ഷാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൊന്നുരുന്നി സ്വദേശിയായ ഷാജി. അങ്ങനെ ഷാജിയിലേക്ക് അന്വേഷണം പോയി. സുധാ ബേബിയുടെ വീട്ടുകാരുമായിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ പൊന്നുരുന്നി സ്വദേശിയായ മുൻ ഹൈക്കോടതി ജീവനക്കാരനായ ഷാജിയുമായിട്ട് സുധാ ബേബിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ആ ബന്ധത്തിലുണ്ടായ വിള്ളലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് പിന്നീട് എത്തുകയായിരുന്നു. ഷാജിയെ കസ്റ്റഡി എടുത്ത ശേഷം ഇയാളുടെ കാറും പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. ആ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാജി കൊലപാതകത്തിന് ശേഷം ഇതൊരു ആത്മഹത്യയാക്കി തീർക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനായി മൃതദേഹം അയാൾ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുകയായിരുന്നു. പക്ഷേ അവിടെ അയാൾക്ക് തെറ്റിപ്പോയി. റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞ് അയാൾ കൊണ്ടിട്ടത് റെയിൽവേ ലൈനിന് തൊട്ട് അടുത്ത് തന്നെ ഇളക്കിയിട്ടിരുന്ന റെയിലിലായിരുന്നു കൊണ്ട് ഇട്ടിരുന്നത്. അത് അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ആത്മഹത്യയാക്കി വരുത്തി തീർക്കാനുള്ള ശ്രമം അതോടെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് ഷാജിയിലേക്ക് അന്വേഷണം പോവുകയും അയാളെ കസ്റ്റഡി എടുക്കുകയും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാജിയെ അറസ്റ്റ് ചെയ്തത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം SR ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.